ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി മന്ത്ലി പ്രൊഫൈൽ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്റെ വീഡിയോസിൽ എന്റെ ഫേസ് വരുന്നില്ല, വീഡിയോയുടെ ഗ്യാപ്പ് വരുന്നു എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് ഒന്ന് രണ്ട് മരണവും ഒന്ന് രണ്ട് വീട്ടിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്റെ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതെല്ലാം ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വീഡിയോയിൽ പലതും വരുന്നില്ല. ആ ഒരു പരിമിതമായ സൗകര്യത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ദയവേത് നിങ്ങൾ വ്യക്തമായിട്ട് അതിനൊന്ന് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ കഴിഞ്ഞു പോയ ഓഗസ്റ്റ് മന്ത് എങ്ങനെയായിരുന്നു, ഈ കഴിഞ്ഞു പോയ ജൂലൈ മന്ത് എങ്ങനെയായിരുന്നു, അത് ഓഗസ്റ്റ് മന്തിലേക്ക് എങ്ങനെ വരും, കഴിഞ്ഞു പോയ ജൂലൈയുടെ എൻഡ് ഓഫ് ദ വീക്കിൽ എങ്ങനെയായിരുന്നു മാർക്കറ്റ് എക്സ്പയർ മൂവ്മെന്റ് വന്നത്, നമുക്ക് ഈ വരാൻ പോകുന്ന വീക്കിലി അനാലിസിസിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നതും, അതുകൂടാതെ നാളെ മൺഡേയിലേക്കുള്ള ഒരു മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ലെവൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെവൽസും കൂടെ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് വരുന്നത്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണുക. നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദയവായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ചാനലിനെ ലൈക്ക് ചെയ്യും. നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. രണ്ട് അറിയിപ്പുണ്ട്. ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി എന്റെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷ് ബാച്ചിൽ നിങ്ങൾ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമിഴിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അതുകൂടാതെ നമ്മുടെ ഓഫ്ലൈൻ സെഷൻ ട്രിവാൻഡ്രത്ത് ഞാൻ ഓഫ്ലൈൻ സെഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ട്രിവാൻഡ്രത്ത് ഓഫ്ലൈൻ സെഷനിൽ ആർക്കെങ്കിലും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ലൊരു ഹാപ്പി വീക്കെൻഡിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ഡിലേഡ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഒന്ന് രണ്ട് പേഴ്സണൽ തിരക്കുള്ളതുകൊണ്ട് വീഡിയോ ചെയ്യാനും അത് റെക്കോർഡ് ചെയ്ത വീഡിയോ അപ്ഡേറ്റ് എഡിറ്റ് ചെയ്യാനും ഡിലേ വന്നുകൊണ്ട് മാത്രമാണ് അതിന് ഞാൻ ഒരു ക്ഷമ ചോദിച്ചു. നമുക്ക് നോക്കാം. അപ്പം കഴിഞ്ഞ മന്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി പ്രൊഫൈൽ അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ പോയ ജൂൺ മാസം ഒരു നോർമൽ ഒരു ട്രെൻഡിങ് അപ്പ്, ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്പായിട്ടാണ് മാർക്കറ്റ് ഒരു സിംഗിൾ പ്രിന്റോട് കൂടി വന്ന് നമ്മൾ ഈ കഴിഞ്ഞു പോയ മാസം ആ സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്ത് വന്ന് മാർക്കറ്റ് റിവേഴ്സ് ഏകദേശം 23,640 തന്നെ കഴിഞ്ഞ മാസത്തെ 12th ജൂണിന്റെ പീസ് ഡീൽ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാപ്പിൽ മാർക്കറ്റ് റൺ ചെയ്ത് പോയ ആ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തി ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഒരു തിരിച്ച് റിവേഴ്സ് റാലി എടുത്ത് മാർക്കറ്റ് പോയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ മന്ത്, ഈ കഴിഞ്ഞു പോയ ജൂലൈ മന്തില് പൊതുവെ കണ്ടത്. സോ ഒരു ഹയർ ഹൈ ഫോർമേഷന്റെ ഒരു സ്ട്രക്ചർ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അത് വളരെ ഒരു പോസിറ്റീവായ ഘടകമാണ്. കഴിഞ്ഞ മാസത്തെ വാല്യൂ ഏരിയ ഹൈ ആയ 24,257 മുകളിലും ഈ മന്തിന്റെ വാല്യൂ ഏരിയ ഹൈ ആയ 24,300 മുകളിലും മാർക്കറ്റ് കൃത്യമായിട്ട് രീതിയിൽ 24,366 ഭാഗത്താണ് നമ്മളെ മന്ത്ലി ക്ലോസിംഗ് ജൂലൈ മാസത്തില് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായ ഘടകമാണ്. എന്നിരുന്നാൽ കൂടി നമ്മുടെ ഈ ഏപ്രിൽ മാസത്തിന്റെ 24,585 അല്ലെങ്കിൽ 24,600 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനത് പറയുള്ളൂ മാർക്കറ്റിന്റെ ബുള്ളിഷ് മൊമെന്റത്തിലേക്ക് വീണ്ടും കടന്നു വന്നും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു പെയോസി കണ്ടോ 25,557 ഭാഗം വരെ മാർക്കറ്റ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 24,580 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 25,000 ഭാഗത്തും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,587 ഭാഗത്തേക്കും നിഫ്റ്റി പോവാനുള്ള ചാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിനാദ്യം വേണ്ടത് 24,600 മുകളിൽ ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു വോളിയം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് റൺ ചെയ്ത് പോവാനുള്ള ഒരു ചാൻസ് കാണണം. രണ്ടാമത്തെ സംഗതി എന്നാൽ തിരിച്ച് വീണ്ടും 24,300 മാർക്കറ്റ് എൻ്റർ ആകുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയാം തിരിച്ച് വീണ്ടും 23,900 24,300 എന്ന് പറഞ്ഞാൽ 400 പോയിന്റ്, അതായത് 23,900 അല്ല 23,800 24,300 എന്ന് പറഞ്ഞാൽ ആ ഒരു 500 പോയിന്റ് അകത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. 24,800 പൊട്ടാണെങ്കിൽ തിരിച്ച് വീണ്ടും ഈ ഒരു ഏരിയ 23,375 അല്ലെങ്കിൽ 380 ഭാഗത്തേക്ക്
നിഫ്റ്റി സ്പോട്ട് എത്താനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 24,600 മുകളിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെന്റിലേക്ക് പോകാനും 24,300 താഴെ നിൽക്കുകയാണെങ്കിൽ 24,000 ഭാഗം 23,800 ഭാഗം വരെ ആ ഒരു റേഞ്ച് 500 പോയിന്റിനകത്ത് കിടന്ന് കളിക്കാനും 23,800 പൊട്ടുകയാണെങ്കിൽ 23,380 300 ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് പൊതുവെ കൂടുതലാണ്. ഇതാണ് ഒരു സ്ട്രക്ചറൽ പ്ലാനിൽ എനിക്ക് നിഫ്റ്റിയിൽ പറയാനുള്ള ഒരു ഓഗസ്റ്റ് മന്തിന്റെ ഒരു ഫോർകാസ്റ്റ് രീതിയിൽ. അതേ സമയത്ത് നമ്മൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇത് നമ്മളെ എല്ലാ ജൂൺ മാസത്തെ പ്രൊഫൈൽ ഞാൻ ഒന്ന് ഇത് പ്രൊഫൈലൊക്കെ ഞാൻ ഒന്ന് അൺവെർജ് ചെയ്തേക്കാം. സോ നമ്മളിപ്പോ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ജൂലൈ മാസ പ്രൊഫൈല്. ജൂലൈ മാസ പ്രൊഫൈല് ഒരു കണക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഈ 58,700നും 54,360 ഭാഗത്ത് കിടന്ന് കളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 56,000നും 58,700 ഇടയ്ക്കുള്ള റേഞ്ച് കിടന്ന് കളിക്കും. ചുരുക്കി പറഞ്ഞാൽ 2,700 കുറഞ്ഞ റേഞ്ച് തന്നെ കിടന്ന് കളിക്കുന്നത്. ആ ബാങ്ക് നിഫ്റ്റി 58,700 പൊട്ടേനെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാം? 59,387. അതിന് മുകളിൽ ആശാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 61,000 ഭാഗം വരെ പോകും. ചുരുക്കി പറഞ്ഞാൽ 58,800 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഒരു ബുള്ളിഷ് മുന്നത്തിന്റെ ഭാഗത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഒരു നിങ്ങൾ കാണുന്ന ഈ 58,800 56,000 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ 56,000 പൊട്ടുകയാണെങ്കിൽ 54,380 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് പൊതുവെ കൂടുതലാണ്. ഒരു മന്ത്ലി ഫോർകാസ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇനിയും ഈ ഒരു ബാലൻസ് മോഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ലാർജർ റേഞ്ച് ഒരു മൂവ്മെന്റ്, കാരണം നിഫ്റ്റി പോയ പോലെ ഹയർ ഹൈ ഫോർമേഷൻ മന്ത്ലി കോൺട്രാക്റ്റില് നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു സാധനമില്ല. ഇൻസൈഡ് പ്രീവിയസ് മന്തിന്റെ, അതായത് ജൂൺ മന്തിന്റെ ഇൻസൈഡ് അകത്താണ് കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഞാൻ അങ്ങനെ ഒരു മൊമെന്റം പ്രതീക്ഷിക്കുന്നില്ല. അതിന് എന്തെങ്കിലും വരണമെങ്കിൽ പോസിറ്റീവ് രീതിയിലുള്ള മൊമെന്റം വരണം. പക്ഷെ അങ്ങനെ ഒരു കാര്യം ബാങ്ക് നിഫ്റ്റി ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നില്ല. അതൊരു ഘടകമായിട്ട് നിങ്ങൾ കരുതുക. നിഫ്റ്റിയിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ കൂടി അത് ബാങ്ക് നിഫ്റ്റിയിൽ ബാക്കിയുള്ള ഇൻഡെക്സിനെ വച്ച് മാനേജ് ചെയ്ത് നിഫ്റ്റിയെ കയറ്റുന്നതായിരിക്കും മാർക്കറ്റ് നോക്കുന്നത്. ബാങ്ക് സ്റ്റോക്സുകളിലെ ആ ഒരു മൊമെന്റം ഇപ്പൊ ഞാൻ കാണുന്നില്ല. മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുന്നത് മിഡ് ക്യാപ്പ് കഴിഞ്ഞ മാസവും നിങ്ങൾ നോക്കിയ മാസമല്ല, ഇതിപ്പം ജൂണും ജൂലൈ എല്ലാം ഒരേ റേഞ്ചാണ്. ഇപ്പൊ നമ്മുടെ പ്രൊഫൈൽ അൺവെർജ് ചെയ്താൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും. എന്താണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടുന്നുണ്ട്. ഈ പ്രൊഫൈൽ മെർജ് ചെയ്യുമ്പോൾ തന്നെ ആൻസർ വരുന്നുണ്ട്. ഇതിപ്പോ ജൂൺ മാസം, ഇത് ജൂലൈ മാസം. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ 14,800 മുകളിൽ അവൻ ക്ലോസ് ചെയ്ത് ഈ ഒരു ഏപ്രിൽ മാസത്തെ വാല്യൂ ഏരിയ ഹൈക്ക് അല്ലെങ്കിൽ ക്ലോസിംഗിന് മുകളിൽ ആ ഒരു ഭാഗത്തൊക്കെയാണ് മിഡ് ക്യാപ്പ് ക്ലോസ് നിൽക്കുന്നത്. മിഡ് ക്യാപ്പിൽ ഒരു ഹയർ ഹൈ ഫോർമേഷൻ നിഫ്റ്റിയെ പോലെ കാണുന്നുണ്ട്. മിഡ് ക്യാപ്പ് 14,500 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രം മാർക്കറ്റ് 14,200 14,100 13,900 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 14,800 മുകളിൽ അവൻ ക്ലോസ് നിൽക്കുകയാണെങ്കിൽ 15,000 മുകളിൽ വരെ പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇൻ ബിറ്റ്വീൻ 14,800 തൊട്ട് 14,500 ഭാഗത്ത് മിഡ് ക്യാപ്പ് വീണ്ടും ഒരു ബാലൻസ് മൊമെന്റം തരാനുള്ള ചാൻസ് ഉണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ നിഫ്റ്റിയിൽ മാത്രമേ ഞാൻ ഒരു ഹയർ ഹൈയുടെ ഒരു ഫോർമേഷൻ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മന്തിൽ അത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞു പോയ ജൂലൈ മന്തിൽ അത് കണ്ടിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഒരു ബാലൻസ് മോഡിലാണ്. ഒരു മന്ത്ലി ക്ലോസിംഗ് ബേസിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള ഒരു സ്ട്രക്ചർ ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം ഡെയിലിയിൽ കഴിഞ്ഞ വീക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീക്കിലി അനാലിസിസ് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഒരു ബാലൻസ് മോഡിലേക്ക് കടക്കാം. അല്ല എങ്കിൽ 14,825 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ബുള്ളിഷ് മൊമെന്റം വന്ന് വീണ്ടും 15,000 മുകളിൽ മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 14,825 നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും 14,550 ഭാഗത്തുള്ള ഈ ഒരു 300 പോയിന്റ് റേഞ്ചിന്റെ ഭാഗത്തേക്ക് ഒരു ബാലൻസ് ഫോർമേഷൻ വരാനുള്ള ചാൻസ് ആണ് മിഡ് ക്യാപ്പില് വീക്കിലി ബേസിസ് സ്ട്രക്ചറിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ്, അതായത് കഴിഞ്ഞു പോയ വീക്ക് എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഒരു ഫോളോഡ് ബൈ ട്രെൻഡ് ആയിരിക്കും. സോ 57,000
500നും 56,600 അതായത് 1000 പോയിന്റ് ആണ്. 57,500 56,600 എന്ന് പറഞ്ഞാൽ ഈ ഒരു 1000 പോയിന്റ് പൊട്ടി അകത്ത് കയറുന്നതാണ് ബാങ്ക് നിഫ്റ്റി കളിക്കുന്നത്. 57,500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 58,500 ഭാഗത്തും 56,600 താഴെ നിൽക്കുകയാണെങ്കിൽ 56,000 55,900 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ഒരു വീക്കിലി സ്ട്രക്ചറിൽ ഇപ്പം പോസിബിൾ ആണ്. ന്യൂട്രൽ വീക്ക് ആയതുകൊണ്ട് ഈ കഴിഞ്ഞുപോയ വീക്കിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെക്കുക. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വീക്ക്ലി സ്ട്രക്ചർ ഒരു മൊമെന്റം വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഈ കഴിഞ്ഞുപോയ വീക്കിൽ നിഫ്റ്റി ഒരു ട്രെൻഡിങ് അപ്പ് വീക്കാണ്. ഒരു ഗ്യാപ്പ് കിട്ടി വന്നു, മന്ത്ലി ക്ലോസിംഗ് കഴിഞ്ഞുള്ള ഗ്യാപ്പ് എല്ലാം വന്നൊരു ട്രെൻഡിങ് അപ്പായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന നിങ്ങൾ കണ്ടറിയാൻ പറ്റും, ഈ 24,520 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞു പോയ ഏത് ഏരിയയാണ് നമ്മൾ നോക്കുമ്പോൾ ഈ മൺഡേ 6 ജൂലൈയുടെ ഹൈക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ഒരു ബുള്ളിഷ് മൊമെന്റം സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് 24,500 ഭാഗത്ത് നിഫ്റ്റിയിൽ ഞാനൊരു സെല്ലിംഗ് പ്രഷർ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തിരിച്ചു വീണ്ടും താഴേക്ക് ഇറങ്ങി 24,000 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വീക്കിലി സ്ട്രക്ചർ ബേസിൽ പൊതുവായി കാണണം. 24,500 530ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മൊമെന്റം അപ്സൈഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 24,500 അകത്ത് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞുപോയ ഡേയ്സിന്റെ പല പിഒസികളും ടച്ച് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ചും പൊതുവെ മാർക്കറ്റിൽ കാണുന്നതാണ്. ഇതാണ് ഒരു സ്ട്രക്ചർ വൈസ് എനിക്ക് കഴിഞ്ഞ വീക്കിൽ അനാലിസിന് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞുപോയ ദിവസം ഒരു നോർമൽ വേരിയേഷൻ അപ്പ് എന്ന് പ്രതീക്ഷയായിരുന്നു. പക്ഷേ അപ്സൈഡ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നോർമൽ വേരിയേഷൻ അപ്പിൽ ഹൈ ഓൾമോസ്റ്റ് പകുതി ഹാഫ് ഐ ബി ഒക്കെ പോയായിരുന്നു. സോ പി ഒ സി വന്നിരിക്കുന്നത് എൻ ബി അപ്പാണ്. ക്ലോസ് പി ഒ സിയുടെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് തന്നെ OR ഓപ്പണിംഗ് ആയിരുന്നു. നോർമൽ വേരിയേഷൻ അപ് ഡേ ആയിരുന്നു. 24,364 ഭാഗത്താണ് പി ഒ സി 24,364 എത്രയാണ് 24,364 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എനിക്ക് നോക്കേണ്ടത് നമ്മളെ ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ബെയറിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ 24,300 താഴെ നിൽക്കുകയാണെങ്കിൽ ഞാൻ സെല്ലിംഗ് എടുക്കത്താണ്. 24,300 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ഈ കഴിഞ്ഞ പോയ വ്യാഴാഴ്ചത്തെ പി ഒ സി ആയി 24,260 ഭാഗത്തേക്ക് എത്രയാണ് 24,260 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് 24,208 എത്രയാണ് 24,208 24,208 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലോവർ സ്ട്രക്ചറായ 24,140 എത്രയാണ് 24,140 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 24,300 പൊട്ടുകയാണെങ്കിൽ 24,140 വരെ വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അതൊന്ന് കൃത്യമായിട്ട് വായിച്ച് വച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് വായിക്കും. ഇനി 24,432 24,432 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. ആ ബൈ എവിടെ പോവാം 24,480 എത്രയാണ് 24,480 24,480 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഹൈ ആയ 24,535 എത്രയാണ് 24,535 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,600 എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് 24,600 ഭാഗത്തേക്കും നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 24,432 കട്ട് ചെയ്യുകയാണെങ്കിൽ 24,600 വരെ പോകാനുള്ള ചാൻസും 24,300 കട്ട് ചെയ്യണമെങ്കിൽ 24,140 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയിലെ ഡെയിലി സ്ട്രക്ചറിൽ പോസിബിൾ ആണ്. നാളെ ഒരു മൊമെന്ററിയിൽ വോളിയം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൃത്യമായിട്ട് ഓർത്ത് വെച്ച് ചെയ്യുക. കാരണം നാളെ മുതൽ സ്ട്രക്ചറൽ ചേഞ്ച് നമ്മുടെ മാർക്കറ്റിൽ വരാണ് 3:40 വരെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുക എഫ്. സോ 3:30 പകരം 3:40 വരെ 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ആ മൊമെന്റം ആക്ഷനും കൂടെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ എം പീരീഡ് ഓൾമോസ്റ്റ് 25 മിനിറ്റ്സ് ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പൊ ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ചസിൽ വെച്ചുള്ള ഒരു ലെവൽ ട്രേഡിങ്ങിന്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് അങ്ങനെ വലിയ മാറ്റമൊന്നും ഇല്ല. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഒരു ബാലൻസ്ഡ് ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെർഫെക്റ്റ് ബാലൻസ് ആണ്. 57,228 ഭാഗത്തേക്കാണ് പി ഒ സി 57,228 ഭാഗത്തേക്ക് ആ പി ഒ സി വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 57,096 57,096 ഭാഗത്തേക്ക് 57,096 ഭാഗത്തേക്ക് ഞാൻ ആ ബെയറിഷ് റഫറൻസിനെ കൊണ്ടുവരും.
ഫസ്റ്റ് ടാർഗറ്റ് 56,900 ഈ ഏരിയ നമ്മൾ 56,940 എത്രയാണ് 56,940 56,940 വന്ന് എനിക്ക് ഫസ്റ്റ് ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 56,800 ഭാഗത്തേക്ക് എത്രയാണ് 56,800 ഭാഗത്തേക്ക് വരാം. തേർഡ് എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 56,676 അതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അടുത്ത നമ്മളെ താഴത്തേക്കുള്ള റെഫറൻസ് ലെവലിന്റെ ലെവൽസ്. സോ 57,96 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു കാര്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ബുള്ളിഷ് റെഫറൻസ് എടുക്കണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 57,450 415 57,415 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നുള്ളൂ. അത് കൃത്യമായി പറയാൻ ബൈ എടുക്കുന്നുള്ളൂ. സോ അതാണെങ്കിൽ ഫസ്റ്റ് 57,600 ഭാഗത്തിലാണ് 57,600 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. അതിന് മുകളിൽ 57,882 എത്രയാണ് 57,882 57 57,882 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 58,000 ചുരുക്കി പറയാൻ 58,000 ഭാഗത്തേക്ക് 58,000 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ ചുരുക്കി പറഞ്ഞാൽ 57,415 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,600 അതിന് മുകളിൽ 55,882 വരെ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയിലെ സ്ട്രക്ചർ വെച്ച് വളരെയധികം പോസിബിൾ ആണ്. ഇത് കൃത്യമായി നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി അടുത്തത് മിഡ് ക്യാപ്പ്. സോ മിഡ് ക്യാപ്പിൽ അങ്ങനെ സ്ട്രക്ചറുള്ള ചേഞ്ചസും ഇല്ല, കാരണം മാർക്കറ്റിൽ അടുത്ത് മൂവ് ചെയ്തിട്ടില്ല. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പ്, ഒരു ട്രെൻഡിങ് അപ്പ് അല്ല, ഒരു ട്രെൻഡിങ് സ്ട്രക്ചറാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഞാൻ കാണുന്നത്. POC 14,788 ഭാഗത്തേക്ക് എത്രയാണ് 14,788 ഭാഗത്തേക്ക് ആ POC ഞാൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് മാറ്റണം. ഇനി ബെയറിഷ് എന്ന് പറയുമ്പോൾ ഇനി 14,000 എന്നെ സംബന്ധിച്ചാൽ 14,648 പൊട്ടിയാൽ ഞാൻ സെല്ലിങ് എടുത്താണ്. 14,648 പൊട്ടിയാണെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 14,600 സെക്കൻഡ് 14,550 14,550 തേർഡ് എന്ന് പറയുമ്പോൾ 14,500 ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള താഴേക്കുള്ള റെഫറൻസ് ലെവല്. ഇപ്പം 14,640 പൊട്ടിയാൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ താഴേക്ക് വരങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 14,830 എത്രയാണ് 14,830 മുകളിൽ 14,830 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 14,880 സെക്കൻഡ് ടാർഗറ്റ് 14,920 തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 14,975 എത്രയാണ് 14,975 ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. സ്ട്രക്ചർ വൈസ് പറയുമ്പോൾ മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ്, നോർമൽ വേരിയേഷൻ അപ്പ് ഡേ അല്ലെങ്കിൽ ട്രെൻഡ് ഡേ എന്ന് പറയാം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ഓപ്പൺ ഓപ്ഷൻ OA/IR ഒരു ബാലൻസ് ഡേ ആണ്. നിഫ്റ്റി OA/OR ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് ഈ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഒരു മന്ത്ലി അനാലിസിന്റെ ബുള്ളിഷ് റെഫറൻസുകളും വീക്കിലി അനാലിസിന്റെ ബുള്ളിഷ് റെഫറൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗിൽ നിന്ന് കുറച്ചും കൂടെ പ്രയോജനപ്പെടുന്നതാണ്. എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.